പ്രിയ മാതാപിതാക്കളെ, ഇന്ന് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ റോമിലെ പോയിരുന്ന് നിങ്ങളൊക്കെ വാർത്തകളിലൊക്കെ കണ്ടു കാണും. ലോക സർവമത സമ്മേളനത്തിൽ ഞാൻ പോയിരുന്നു. അവിടെ 180ഓളം പേരെ മാർപ്പാപ്പ നേരിട്ട് കണ്ടു. അത് വലിയൊരു ഭാഗ്യ നിമിഷമായിരുന്നു. അവിടെ ഞാനൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മലയാളികളുണ്ട്, മലയാളിയുടെ ഹോട്ടലാണ്. അവിടെ അവർ സംസാരിച്ചപ്പോ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്നോട് അവർ പറഞ്ഞു. അവിടെ ഒരു വീട്ടിൽ അവരുടെ അപ്പനെ കാണാനില്ല. അപ്പനെ കാണാനില്ലെന്ന് പോലീസിൽ അറിയിച്ചു, അന്വേഷിച്ചു, പക്ഷെ അപ്പനെ കാണാനില്ല. വർഷങ്ങളായി അപ്പനെ എവിടെയോ നാട് വിട്ടു പോയി കാണും, അപ്പനെ കാണാനില്ല. കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ പിന്നിട്ടു. ഒരു ദിവസം ചുമരിൽ തട്ടി നോക്കിയപ്പോൾ ഇതെന്തപ്പതിങ്ങനെ? ചുമരിനൊരു ശബ്ദവ്യത്യാസം. സ്വത്ത് തർക്കം. സ്വന്തം അപ്പനെ കൊന്ന് ചുമര് തുളച്ച് അതിൽ വെച്ച് സിമെന്റ് ഇട്ടടച്ചു. ഈ ഭൂമിയിലെ മനുഷ്യൻ എത്ര കാലം ജീവിക്കും പ്രിയമുള്ളവരെ? ഉള്ള കാലം നന്മ ചെയ്തതിന്റെ സമ്പത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടു പോയിന്ന് അച്ഛൻ പറഞ്ഞില്ലേ? സംഭവം അതാണ്. ഒരു കഥ പറയാം. ഒരിക്കല് ഒരു മനുഷ്യൻ ഇങ്ങനെ തന്റെ കൂട്ടുകാരനോട് കൂടെ കച്ചവടത്തിന് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ സമയത്ത് ഒരു പുലി ഇയാളെ ആക്രമിക്കാൻ വരും. ഇയാള് പുലിയെ രക്ഷപ്പെടാൻ വേണ്ടി ഓടി 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 കൂട്ടുകാരൻ വേറെ വഴിക്ക് പോയി. ഇയാൾ ഓടിക്കേറി ഒരു മരത്തിന് മുകളിലേക്ക് കയറി. കയറാൻ നോക്കുമ്പോ അതിന്റെ മുകളിലൊരു കുരങ്ങൻ. ആ കുരങ്ങൻ കൈ കൊടുത്തു. പാവം, അത് രക്ഷപ്പെടാൻ നോക്കല്ലേ. കുരങ്ങൻ കൈ കൊടുത്ത് മരത്തിന്റെ മുകളിൽ കയറ്റിയിരുത്തി. അപ്പൊ പുലി താഴെ നിൽക്കുന്നുണ്ട്. പുലി പറഞ്ഞു കുരങ്ങനോട്, എടാ കുരങ്ങ, അവനിങ്ങോട്ട് താത്തിയിടറ. എന്ത്? എനിക്ക് വിശറിട്ട് തൊട്ട് അവനെ തിന്നണം എനിക്ക്. അപ്പൊ കുരങ്ങൻ പറഞ്ഞു, അത് ശരിയാവില്ല. എന്നിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരാളെ ഞാൻ അങ്ങനെ തള്ളിയിടുന്നത് ശരിയല്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പൊ പറഞ്ഞു, ഡാ കുരങ്ങ, നീ മനസ്സിലാക്കണം, നമ്മളെ പോലെയല്ല മനുഷ്യൻ, മനസ്സിലായില്ല? അവൻ ഭയങ്കര സൂത്രശാലിയാണ്. നീ തള്ളിയിട്ടോ? ഇല്ല, ഞാൻ തള്ളിയിടില്ല, ഞാൻ തള്ളിയിടില്ല. പുലി പറഞ്ഞു, ഞാൻ അവിടെ നിന്നിട്ടേ പോകുള്ളൂ. പുലി അവിടെ ഇരുന്നു. മരത്തിന് മുകളിൽ കുരങ്ങനും മനുഷ്യനും. കുറെ നേരം ആർക്കിരുന്നാലും എന്ത് വരും? എന്ത് വരും? കുറെ നേരം ഇരിക്കുമ്പോ എന്താ വരാന്ന്? അത് വന്നു. ഏതാ ഏതാ? ഉറക്കം. ഉറക്കം വരില്ലോ. പക്ഷേ ഉറക്കം വരാത്തൊരു ജീവി ലോകത്തുണ്ട്. ആരാ? ആരാ? മനുഷ്യൻ. കുരങ്ങനും ഉറങ്ങി, പുലി ഉറങ്ങി. ഈ മരത്തിന്റെ മുകളിലിരിക്കുന്ന മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. അവ എന്നിട്ട് ആലോചിക്കുക, എന്തുട്ടിപ്പോ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം? രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് വെച്ചാൽ പുലിക്ക് തീറ്റ കിട്ടിയാൽ പുലി പോവും, അപ്പൊ രക്ഷപ്പെടാം. അത് ശരി, അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഒരൊറ്റ ചവിട്ടണം. ആരെ? ആരെ? അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? എന്റെ ദൈവമേ, നിങ്ങൾ അറിഞ്ഞൂലേ? ഒറ്റ ചവിട്ട് കുരങ്ങന്റെ താഴെ വീണു. ഈ പുലിയുടെ മരത്തി കുരങ്ങൻ വീണപ്പോ പുലി, കുരങ്ങൻ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അവന്റെ സ്വഭാവം വേറെടാ, മനസ്സിലായിടാ? നിന്നിപ്പോ തള്ളിയിട്ടില്ല അവൻ. പുലിയോടെ കയറ. അവനിവിടെ പിടിച്ചിട്ട് കേറ്. കുരങ്ങൻ ഒറ്റ കേട്ടണം മരത്തിന്റെ മുകളിലേക്ക്. മനുഷ്യൻ കിടന്ന് പറയ്ക്ക. അടുത്ത് കയറി നിന്നിട്ടു, ഇതോ മനുഷ്യ, തന്നെ ഞാൻ സഹായിച്ചിട്ട് ഈ മരത്തിന്റെ മുകളിൽ പുലിന്ന് രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് താൻ എന്നെ തള്ളിയിട്ടല്ലേ? അല്ല, അത് വേണ്ട, നീ എന്നെ തള്ളിയിട്ടില്ലേ? എന്നിട്ട് പുലിയുടെ മുഖത്ത് നോക്കിയിട്ട് കുരങ്ങൻ പറഞ്ഞു, പുലിയെ, സംഭവം അവൻ നമ്മളെ ചെയ്ത് തെറ്റണം. പക്ഷെ ഞാൻ കുരങ്ങനാണെങ്കിലും എനിക്കൊരു മനസാക്ഷിയുണ്ട്, ഞാൻ തള്ളിയിടില്ല എന്നും. ആർക്ക്? കുരങ്ങന്. ഈ മനസാക്ഷി എന്ന് പറഞ്ഞാൽ കുരങ്ങനാണുള്ളത്, മനുഷ്യനാണ്. ഇന്ന് മനുഷ്യനില്ല. മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പോയി പ്രിയമുള്ളവരെന്ന്. പണ്ട് കാലത്തൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലൊരു ചക്ക വെട്ടിയാൽ അതിനൊരു തുണ്ടം വെട്ടിയിട, കൊണ്ടുപോയി കൊടുക്കടേ, ആ നാരായണന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കടേ. ചക്കന് ഈ തുണ്ടം കൊണ്ട് ഓടും നാരായണന്റെ വീട്ടിലേക്ക്. എന്തിനാ ഓടണേ? നേരമായി വന്ന പിന്നെ ചക്ക ഉണ്ടാവില്ല, തിന്നാനായിട്ടൊക്കെ തിന്നു കഴിഞ്ഞുണ്ടാവും. അങ്ങനെ
നമ്മൾ എന്തുണ്ടാക്കിയാലും അത് പായസമാണോ, അത് ചക്കയാണോ, കേക്കാണോ, എന്താണെങ്കിലും മറ്റുള്ളവർക്ക് കൊടുത്തട്ടെ. അതായിരുന്നു ഈശോ പഠിപ്പിച്ചത്. നീ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അപരൻ ഭക്ഷിക്കുന്നുണ്ടോ എന്ന് നോക്കണം. നിനക്കൊരു വീട് പണിതിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് അവന് വീടുണ്ടോ എന്ന് നീ നോക്കണം. അതാണ് പ്രിയമുള്ളവരെ ക്രിസ്തുവിന്റെ ആത്മാവതാണ്. ഞാന് UK പോയപ്പോ അവിടെ ഒരു വലിയൊരു കൺവെൻഷൻ സെന്ററിൽ അവിടെ പ്രോഗ്രാമിൽ കയറി ചെല്ലുമ്പോ അതിന്റെ ഗേറ്റിൽ ഒരു പ്രായം ചെന്ന സ്ത്രീ ഇരിപ്പുണ്ട്. ആ സ്ത്രീ വീൽ ചെയറിലിരിക്കണേ. നമ്മളവിടെ ആര് കടന്നിരുന്നാലും വെൽക്കം 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 എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണാവോ? അത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ആ സ്ത്രീ വീൽ ചെയറിൽ ഇരിപ്പുണ്ട്. പോണവരോടൊക്കെ താങ്ക് യു താങ്ക് യു. ഞാൻ ചോദിച്ചാരത് ഇതെന്തപ്പതിങ്ങനെ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോ ഇവിടെ മലയാളികൾ പറഞ്ഞെന്നറിയാം, അച്ഛന് മനസ്സിലായില്ലേ? ഇല്ലടാ, അച്ചോ ഈ കൺവെൻഷൻ സെന്ററിന്റെ ഓണറാണത്. തന്റെ ഭർത്താവ് പോയി, മക്കള് പോയി, ഉള്ള സ്വത്ത് മുഴുവൻ എടുത്ത് വലിയൊരു കൺവെൻഷൻ സെന്റർ ഉണ്ടാക്കിയിട്ട് തന്റെ വാർദ്ധക്യത്തിൽ 85 വയസ്സില് ആ നാട്ടിലെല്ലാ മനുഷ്യർക്കും വേണ്ടി സൗജന്യമായിട്ട് ഈ കൺവെൻഷൻ സെന്റർ വിറ്റുകൊടുക്കുക. എന്നിട്ട് എന്ത് പരിപാടിക്കും വരുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് വെൽക്കം അതടിച്ചിരിക്കുക. പോകുമ്പോ താങ്ക് യു, സന്തോഷം. പ്രിയമുള്ള ഈ ലോകത്ത് നിന്ന് പോകുന്ന പലരും കരഞ്ഞിട്ട പോണേ, നിരാശപ്പെട്ടിട്ട പോണേ. പോകരുത്. ജീവിതത്തിൽ കരഞ്ഞോ, പക്ഷേ ഈ ലോകം വിട്ടുപോകുമ്പോ കരയരുത്. കരയാതിരിക്കണമെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിരിക്കണം. ഫ്രാൻസിസ് സേവിയർ കടന്നു പോകുമ്പോ, പോയില്ലേ നിങ്ങൾ ഗോവയിലേക്ക്? ഫ്രാൻസിസ് സേവിയർ കടന്നു പോയപ്പോ ഒരിക്കലും കരഞ്ഞിട്ടില്ല. നമ്മൾ ഈ ലോകത്ത് അതുപോലെ ജീവിച്ചാൽ, മദർ തെരേസ കരഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ. മദർ തെരേസ ഒരിക്കലും കരഞ്ഞിട്ടില്ല. കാരണം ചിരിപ്പിക്കാനേ നേരമുള്ളൂ മനുഷ്യരുടെ. ഒരിക്കൽ മദർ തെരേസ തെരുവിൽ നിന്നൊരു സ്ത്രീ എടുത്തുകൊണ്ടുവന്നു. പുഴുവരിച്ചിട്ടുള്ള സ്ത്രീയാണ്. അപ്പൊ ആൾക്കാർ എന്ത് കാര്യം, അത് മരിച്ചു. പക്ഷെ ആ സ്ത്രീയെ തന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് സിസ്റ്റേഴ്സോട് കുളിപ്പിച്ച് തുടച്ച്, അതിൽ പുഴുക്കളാണ് ശരീരത്തിൽ, മുറിവുകളില്. അതെടുത്ത് കളഞ്ഞപ്പോൾ ഓർമ്മയില്ലാത്ത ഈ സ്ത്രീ പെട്ടെന്നൊന്ന് കണ്ണു തുറന്നു. കണ്ണു തുറന്നിട്ട് നോക്കുമ്പോ മദറിന്റെ മുഖത്തേക്കാ നോക്കണേ. ഒന്ന് ചിരിച്ചു, കണ്ണടച്ചു, മരിച്ചു. അപ്പൊ ചോദിച്ചു, എന്തിനാ ഇത് എടുത്തു കൊണ്ടിട്ട് എന്തുട്ടാ ഇപ്പൊ ഉണ്ടായേ? മദർ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ പറയാം, പക്ഷെ ഞാൻ സന്തോഷവതിയാണ്. കാരണം ആ തെരുവിൽ കിടന്നിരുന്ന സ്ത്രീക്ക് മരിക്കുന്നതിന് മുൻപ് ഒന്ന് ചിരിക്കാനുള്ള അവസരം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അച്ഛന് നിങ്ങളോട് പറയാൻ, ഈ ലോകം മുഴുവനും സമ്പത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി പരാക്രമടിച്ചിട്ട് സ്വന്തം ഭാര്യയല്ല, ഭർത്താവല്ല, അപ്പനെയല്ല, അമ്മയല്ല, ആരെ കൊന്നിട്ട് പോലും ഈ ലോകത്തിലെ സമ്പത്തിന് വേണ്ടി വെപ്രാളപ്പെടുന്ന ഒരു ലോകത്ത് നാം ജീവിക്കേണ്ടത് നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തതിന്റെ സന്തോഷത്തിലാണ്.